കോഴിക്കോട്ടെ നാദാപുരത്ത് 7 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. നാദാപുരം പഞ്ചായത്തിലെ 16-ാം വാർഡിലാണ് രോഗബാധ. അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. പറയൂ അജി. ഇന്നാണ് ഈ കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. നാദാപുരം പഞ്ചായത്തിലെ 16-ാം വാർഡ് കുമ്മക്കോട് എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഈ കുട്ടി താമസിക്കുന്നത്. അവിടെയാണ് ഈ 7 വയസ്സുകാരിയായ കുട്ടിക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഷിഗല്ല രോഗ കണക്ക് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലാണ്. 80-ലധികം രോഗികളാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 3 മരണം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉണ്ട് എന്നുള്ള ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ്. ആരോഗ്യ പ്രവർത്തകർ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്കിലും എവിടെയോ അതൊക്കെ പാളിപ്പോകുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ ഉയരാൻ കാരണമെന്നുള്ള ചില ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്നും ഒക്കെ തന്നെയും ഉയരുന്നുണ്ട്. കാരണം ഈ ഷിഗല്ല നിയന്ത്രണ വിധേയമാക്കാൻ അല്ലെങ്കിൽ അത് തടയാൻ വേണ്ട ക്രമീകരണങ്ങളൊന്നും തന്നെയും ഉണ്ടാകുന്നില്ല എന്നുള്ള വ്യാപകമായ വിമർശനങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ മഴക്കാലം കൂടിയാണ്. പല സ്ഥലത്തും ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതും ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെയും ഇല്ലാത്തത് ഈ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമാകുന്നുവെന്നാണ് പ്രധാനമായും പറയുന്നത്. അതുമാത്രമല്ല, ഇന്നലെ രാത്രിയിൽ ഒരു അതിഥി തൊഴിലാളിക്ക് മലേറിയ രോഗവും കോഴിക്കോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ പകർച്ചവ്യാധികളുടെ എണ്ണം കൂടുകയാണ്. നിപ്പ, ഒപ്പം തന്നെ മലേറിയ, ഷിഗല്ല രോഗങ്ങളൊക്കെ തന്നെയും കോഴിക്കോട് ജില്ലയിൽ. അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.